കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആകപ്പാടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥ രാധികാമ്മ നിൽക്കുകയാണ്. അപ്പൊ വരുണും രേഖ എല്ലാരും ഉണ്ട്, കൂടെ മാനേജറുണ്ട് റിസോർട്ടിന്റെ. പിന്നീട് മാനേജറോട് പറഞ്ഞു, സത്യം പറ, ഇവിടെ ആരോ കടന്നു കൂടിയിട്ടുണ്ട്. എന്റെ മോന്റെ തലയുടെ അവസ്ഥ കണ്ടില്ലേ? വരന്റെ തലയൊക്കെ വെച്ച് കെട്ടിയിട്ടിരിക്കുകയാണ്. കാരണം ഗീതു തലേദിവസം ഒരു പണി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫ്ലവർ വേസ് വെച്ചാണ് വരന്റെ തലക്കിട്ടടിച്ചത്. അപ്പൊ തലയൊക്കെ പൊട്ടിയതുകൊണ്ട് ചുറ്റി കെട്ടിയൊക്കെ വെച്ചിരിക്കുകയാണ്. രാധികാൻ പറഞ്ഞു, ഇത് ആരാ എന്താന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയണം. പറഞ്ഞു കേട്ടല്ലോ, എത്രയും പെട്ടെന്ന് പോലീസിനെ വിളിക്കാൻ പറയാം. ഇത് കേട്ടതും മാനേജർ ഇന്ത്യത്ത് പറഞ്ഞു, വേണ്ട മാഡം, അതിന്റെ കാര്യമൊന്നും ഇല്ലാന്ന് പറയണം. ആരാണെങ്കിലും ഞങ്ങളത് കണ്ടുപിടിച്ചോളാന്ന് പറയണം. പോലീസ് വരാതെ എങ്ങനെ കണ്ടുപിടിക്കാനോടോ എന്ന് പറയണം. എത്രയും പെട്ടെന്ന് പോലീസിനെ വിളിക്കാൻ പറയണം. അല്ല, ഒരു കാര്യം ചെയ്യാൻ മാഡം, ഞങ്ങളൊന്ന് നോക്കട്ടെ, അന്വേഷിക്കട്ടെ എന്ന് പറയാണ്. ഈ സമയം രേഖ പറഞ്ഞു, അതെ, പോലീസ് വരുന്നതിന് മുമ്പ് ഇവിടെ CCTV ദൃശ്യങ്ങൾ കാണുമല്ലോ. CCTV ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റൂല ആരാന്ന്. ഈ സമയത്ത് അങ്ങോട്ട് ഗീതവും ഗോവിന്ദും വന്നേ. അവരവിടെ നോക്കി കഴിയുമ്പോഴത്തേനും ഇവിടെ ഭയങ്കര ഗൂഢാലോചനകൾ നടക്കുകയാണ്. അവരെ പിടിക്കാനുള്ള. ദൈവമേ, ഇനിയിപ്പോ എന്ത് ചെയ്യും? CCTV ദൃശ്യങ്ങൾ നോക്കിയിട്ടുണ്ട്, ഉറപ്പായിട്ടും നമ്മളാന്നുള്ള കാര്യം മനസ്സിലാവുന്ന ഗീത പറയണം. ഇത് കേട്ടും ഗോവിന്ദ് പറഞ്ഞു, നമ്മളാന്നല്ല നീയാന്നുള്ള കാര്യം മനസ്സിലാവും. ആഹാ, എന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കണ്ണേട്ടനെ പിടികൂടും. കണ്ണേട്ടനാണല്ലോ മുഖംമൂടിയൊക്കെ മറച്ചു വെച്ചോണ്ട് പോയെന്ന് ചോദിക്കാം. ഈ സമയം രാധികാമ്മ അവിടെ ഇരുന്ന് ആ കൊടയെടുത്തു. കണ്ടില്ലേ, അവനെ കൊട കട്ട് ചെയ്തിട്ടാണ് മുഖംമൂടി ഉണ്ടാക്കിയിരിക്കുന്നത്. അവൻ അതിബുദ്ധിമാനാ, അവനെ പെട്ടെന്ന് പിടിക്കാൻ കഴിയില്ല. അതാ ഞാൻ പറഞ്ഞ പോലീസിനെ വിളിക്കാൻ പറഞ്ഞേ. ഗീത പറഞ്ഞു, കണ്ണേട്ടനെ കുറിച്ച് നന്നായിട്ട് അറിയാം, അതുകൊണ്ടല്ല പറഞ്ഞ അതിബുദ്ധിമാനാന്ന്. കണ്ടോ, കക്കാൻ പഠിച്ചാൽ നിൽക്കാനും പഠിക്കണമെന്ന് പറയാം. ഇത് കേട്ടതും ഗോയെന്ന് പറഞ്ഞു, അതൊക്കെ ഞാൻ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ CCTVയുടെ ഹാർഡ് ഡിസ്ക് വരെ ഞാൻ ഊരി മാറ്റിയെന്ന് പറയാം. അത് കണ്ടോ, അത് ഈ പെട്ടിക്കകത്തോടെന്ന് പറയാം. ഇത് കേട്ടാൻ ഗീത പറഞ്ഞു, സമാധാനം, അല്ലെങ്കിൽ ഇന്നത്തോടു കൂടി നമ്മുടെ കാര്യത്തിനൊരു തീരുമാനമായേനം. പെട്ടെന്ന് ഗോവെന്ന് പറഞ്ഞു, ഒരു കാര്യം ചെയ്താലോ, രാധികാമ്മയോട് പോയുള്ള സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലോ. ചെല്ല്, പെട്ടെന്ന് അങ്ങോട്ട് ചെല്ല്. ഇപ്പൊ ചെന്ന് പറയേണ്ട താമസം. മോനെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കെട്ടിപ്പിടിക്കും. ഇതേ ഒരുമാതിരി വൃത്തിയോട് കാണിക്കാൻ വന്നാണ്ടല്ലോ. ഇതിനാണ് പിന്നെ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലോ എന്ന് ഗോവിന്ദനോട് ഗീത പറയണം. ഈ സമയം രാധികാമ്മ പറഞ്ഞു, അല്ല, CCTV ദൃശ്യങ്ങളുടെ കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ എന്താ മാനേജരൊന്നും മിണ്ടാത്തെന്ന് ചോദിക്കും. അല്ല, അത് മാഡം, CCTV ദൃശ്യങ്ങളുടെ ഹാർഡ് ഡിസ്ക് കാണാനില്ലെന്ന് പറയണം. ഓഹോ, അപ്പൊ എല്ലാം മനഃപൂർവ്വമാണ് എന്റെ മോനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിരിക്കുന്ന. എത്രയും പെട്ടെന്ന് പോലീസിനെ വിളിച്ചോ. ഈ സമയം പ്രിയമോള് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇവിടുന്ന് ആരും ഇനി പുറത്തേക്ക് പോകാൻ പാടില്ല. എല്ലാ കഥകളെല്ലാം ലോക്ക് ചെയ്തേരെ, വാതിലുകളെല്ലാം ലോക്ക് ചെയ്തേക്കാൻ പറയണം. ഇനിയിപ്പം ആരും പുറത്തിറങ്ങാൻ പാടില്ല, ആരും രക്ഷപ്പെടാനും പാടില്ല. ഇതേ പരനേട്ടനെ കൊല്ലാൻ ശ്രമിച്ച ആരാണെങ്കിലും അവരെ പിടികൂടണമെന്ന് പറയാം. ഇത് കേട്ടതും പുറത്തേക്ക് പോകാനായിട്ട് വന്ന ഗീതവും ഗോതും നേരെ റൂമിലേക്ക് കയറി ഓടുവാണ്. അവർക്ക് മനസ്സിലായി ഇനിയിപ്പൊ തങ്ങൾക്ക് രക്ഷയില്ല എന്നുള്ള കാര്യം. ഇവിടുന്ന് പുറത്ത് കിടക്കാന്നുള്ള മോഹം ഉണ്ടായിരുന്നു. അതും പറ്റുന്നില്ല, എന്ത് ചെയ്യുമെന്ന് അവർക്കറിയില്ലായിരുന്നു. ഈ സമയം എല്ലാവരും കൂടെ മുറിയിലേക്ക് പോയി കഴിഞ്ഞപ്പോ രേഖയും വരുണും മാത്രമേ. വരുൺ രേഖയോട് ചോദിച്ചു, സത്യം പറ, നീ ആരെങ്കിലും ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നോ എന്റെ തലയടിച്ച് പൊട്ടിക്കാനെന്ന് ചോദിക്കാം. കേട്ടെ രേഖ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കാം. ഇനി സത്യം പറ, നീ എങ്ങാനും ആണോ? ഇതെന്തൊക്കെയാ വരുണേട്ടെ പറയണേ? ഞാൻ അവിടെ ബോധം കിട്ടി കിടക്കുമല്ലായിരുന്നു. അല്ല, ഇനിയിപ്പം ഉറക്കഗുളിക കഴിച്ച് ഞാനിപ്പം മയങ്ങിയില്ലെങ്കിൽ ഇനിയിപ്പം എന്നെ മയക്കാനായിട്ട് എന്റെ തലക്കടിച്ച് വീഴ്ത്താനായിട്ട് ആരെങ്കിലും ഏർപ്പാടാക്കിയായിരുന്നോ? അതാ ഞാൻ ഉദ്ദേശിച്ചെന്ന് പറയണം. വരുണേട്ടാ, ഞാൻ അത്തരം കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല, അതറിയാലോ എന്ന് പറയണം. പിന്നെ നീ ചെയ്യത്തില്ല പോലും. ഈ സമയം മുറിയിലേക്ക് വന്ന ഗീതനും ഗോവിന്ദും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഗോവിന്ദ് പറഞ്ഞു, നമ്മൾ ഇനി എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടുന്നതെന്ന് ചോദിക്കാം. ഗീത പറഞ്ഞ്, രക്ഷപ്പെടണ്ട, ഇവിടെ തന്നെ നമുക്ക് ഇരിക്കാന്ന് പറയണം. ഗോവിന്ദ് പറഞ്ഞു, ഞാൻ ചെല്ലട്ടെ, ഞാൻ ചെന്നിട്ട് രാധികാമ്മയുടെ സത്യങ്ങളൊക്കെ തുറന്നു പറയാന്ന് പറയാം. ചെന്ന് അങ്ങോട്ട് കയറി കൊടുക്ക്. അപ്പൊ രാധികാമ്മ പറയും, നീ എന്നെ പ്രിയമണൻ ചതിക്കുമായിരുന്നല്ലേടാ ഗോവിന്ദേ, ഈ ചതി ഒരിക്കലും ഞാൻ പൊറുക്കില്ലടാന്ന് പറഞ്ഞിട്ട് അവിടെ കിടന്നൊരു ചങ്കത്തടി നിലവിളി, പിന്നെ എന്തൊക്കെ പെർഫോമൻസ് കാണണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ, അതിന്റെ കാര്യമൊന്നുമില്ല. ഇനിയിപ്പോ ഇവിടുന്ന് എങ്ങനെയാലും രക്ഷപ്പെടാനുള്ള മാർഗം കണ്ടെത്താൻ നോക്കാൻ പറയാണ്. ഈ സമയത്ത് പെട്ടെന്ന് ഗോവിന്ദത്ത്, അയ്യോ, അജാസ് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ എന്ന് പറയണം. അജാസിക്ക് അതെന്തിനാ? അല്ല, ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് ഇങ്ങോട്ട് വരുന്ന കാര്യം ഇന്നലെ ഉച്ചയ്ക്ക് വിളിച്ചവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയാം. പെട്ടെന്ന് ഗോവിന്ദ് പറഞ്ഞു, അവൻ വരുവാണെങ്കിൽ നല്ല കാര്യം, ഒരുപക്ഷെ നമ്മളെ ഇവിടുന്ന് രക്ഷിക്കാനായിട്ട് അവന് സാധിച്ചേക്കുമെന്ന് പറയാം. എന്നാ ശരി, കണ്ടിട്ടൊന്ന് ഫോൺ വിളിച്ചു നോക്കാൻ പറയണം. അങ്ങനെ ഗോവിന്ദ അജാസിനെ ഫോൺ വിളിക്കുകയാണ്. ഈ സമയത്ത് അജാസിന്റെ കൂടെ അവർണിക ഉണ്ടായിരുന്നു. അപ്പൊ ഇവരെ ഫോളോ ചെയ്തിട്ട് കിഷോറും വരുന്നുണ്ടായിരുന്നു. ഇവര് രണ്ടുപേരും എങ്ങോട്ടാ പോണേന്ന് അറിയത്തില്ല. അപ്പൊ അവർണികം കൂടെ ഉണ്ടല്ലോ. അപ്പൊ എങ്ങോട്ട് പോയാലും രണ്ടുപേരും കൈയോടെ പൊക്കണം, ആ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് കിഷോർ ഫോളോ ചെയ്ത് വരുന്നത്.
ഈ സമയം അജാസിന് ഫോൺ ബില്ലടിക്കണം. നോക്കിയപ്പോ ഗോവിന്ദാണ്. ദേ ഗോവിന്ദ് സാർ വിളിക്കുന്നുണ്ട്, ഞാൻ ഒന്ന് അറ്റൻഡ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്യണം. അജാസെ നീ ഇപ്പൊ എവിടെയാന്ന് ചോദിക്കുക. ഇത് ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക സാറെന്ന് പറയണം. അതെ, ഒരു പ്രശ്നമുണ്ട്. എനിക്കറിയാം സാറിന്റെ പ്രശ്നം എന്താന്ന്. അവിടുത്തെ കാര്യങ്ങളൊക്കെ അല്ലേ, അതൊന്നും ഓർത്തിട്ട് സാറ് ഒരു ടെൻഷൻ അടിക്കണ്ട. ഞാൻ അങ്ങോട്ട് വന്നു കഴിയുമ്പോ എല്ലാം ഓക്കെ ആയിക്കോളും. ദേ എന്റെ കൂടെ അവർണയും കൂടെ ഉണ്ട്. അവിടുത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാനായിട്ട് അവർണയ്ക്ക് കാര്യങ്ങളെല്ലാം അറിയാവുന്ന. അതുകൊണ്ട് സാർ ധൈര്യമായിട്ടിരിക്കാൻ പറയണം. അതല്ല അജാസെ കാര്യം. പിന്നെന്താ, ഇവിടെ അതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നേ. വേറെ പ്രശ്നങ്ങളാ എന്താ? ഇവിടെ രാധികാമേ വരണമൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയാം. പെട്ടെന്ന് അജാസ് പറഞ്ഞു, രാധികാമേ വരണോ? അവരെങ്ങനെ അങ്ങോട്ട് വന്നേ? എന്റെ പൊന്നോ, എങ്ങനെയാ വന്നേന്ന് പറയത്തില്ല. പിന്നീട് അവിടെ വന്ന കാര്യങ്ങളെല്ലാം പറയുവാണ്. ഗീതു അവരെ കണ്ടതും പിന്നീട് മുറിക്കകത്ത് കയറി ഓടി ഒളിച്ചതും അവസാനം വരുണിന്റെ തലയടിച്ച് പൊട്ടിച്ചല്ലേ എല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തിന് അജാസ് പറഞ്ഞു, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യ, നീ വരുമ്പോ ചുമ്മാ വന്നിട്ട് കാര്യമില്ല, ചില കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അജാസിനോട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഗോവിന്ദ്. എല്ലാം കിട്ടിയപ്പോ അജാസ് പറഞ്ഞു, ശരി ഗോവിന്ദ് സാർ കോള് വെച്ചോ, ഞങ്ങൾ ഇപ്പൊ തന്നെ അങ്ങോട്ട് എത്തിയേക്കാന്ന് പറയണം. അങ്ങനെ കോള് വെച്ച് കഴിഞ്ഞപ്പോ ഗീതി ചോദിച്ചു, എങ്ങനെയാ കാര്യങ്ങള്? അജാസും കൂടെ എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അവൻ വരും. ഒരുപക്ഷെ അവൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് രക്ഷിക്കാൻ പറ്റുമെന്ന് പറയാം. അല്ല, അജാസിനെ രക്ഷിക്കാൻ പറ്റുമോ? അജാസിന്റെ ഫ്രണ്ടാണല്ലോ ഈ റിസോർട്ടിലെ മാനേജർ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, രക്ഷിക്കാൻ പറ്റുമെന്ന് പറയാം. രാധികാമ്മയുടെ പരുണിന്റെ ഒക്കെ കണ്ണുപിടിച്ച് എങ്ങനെ ഇവിടുന്ന് കടന്ന് വീട്ടിലെത്തണമെന്ന് പറയാണ്. ഈ സമയം രാധികാമ്മയും കാഞ്ചനയും അങ്ങോട്ട് വരുവാണ്. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ന്യൂ കപ്പിൾസിന്റെ മുറി അടഞ്ഞു കിടക്കുന്നു. കാഞ്ചന പറഞ്ഞു, എപ്പോഴും അവരുടെ മുറി അടഞ്ഞു തന്നെയാണല്ലോ കിടക്കുന്നത്. കാഞ്ചനോട് പെട്ടെന്ന് രാധികാമ്മ പറഞ്ഞു, ഈയിടെ കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ, അതുകൊണ്ടായിരിക്കും എന്ന് പറയണം. പിന്നെ രാധികാമ്മ പറഞ്ഞു, അവരെ ഒന്ന് കാണാൻ പറ്റിയില്ല, ഒരു കാര്യം ചെയ്യാം, അവരെ ഒന്ന് വിളിച്ച് സംസാരിച്ചാലും നിൽക്കുക. കാഞ്ചന പറഞ്ഞു, വിളിക്കുക, ചിലപ്പോൾ പുതുമോടികളായിട്ട് ചിലപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടാവില്ല എന്നാ തോന്നുന്നത്. അങ്ങനെ പോയി കോളിംഗ് ബെല്ല് അമർത്തുവാണ്. കോളിംഗ് ബെല്ല് അമർത്തി, ഒന്നമർത്തി, രണ്ടമർത്തി, മൂന്നമർത്തി, ആരും വന്ന് കഥ തുറന്നില്ല. കാഞ്ചന പറഞ്ഞു, കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ, അപ്പൊ അവര് കുറച്ച് റെസ്റ്റ് എടുക്കുമായിരിക്കും, അവര് കിടക്കട്ടെ മാമി, നമുക്ക് പോകാന്ന് പറയണം. എന്നാലും അവരെയൊന്നും പരിചയപ്പെടാൻ പറ്റില്ലല്ലോ എന്ന് പറയാം. അതൊന്നും കുഴപ്പമില്ല മാമി, നമുക്ക് പിന്നീട് വന്ന് പരിചയപ്പെടാന്ന് പറയാം. പക്ഷെ രാധികാമ്മയ്ക്ക് എന്തോ പോവാനായിട്ട് ഒരു മനസ്സങ്ങോട്ട് തോന്നില്ല. ഈ സമയം ഗീതവും ഗോവിന്ദും കോളിംഗ് ബെല്ല് അടിക്കുന്ന ശബ്ദം കേട്ട് ഉണർന്നായിരുന്നു. അവര് വന്ന് കഥകിന്റെ ആ താക്കോൽ പഴുതിലൂടെ പുറത്തേക്ക് നോക്കി കഴിഞ്ഞപ്പോ രാധികാമ്മ നിൽക്കുന്നുണ്ട്. ഗോവിന്ദന് ഞെട്ടുണ്ടായി. ദൈവമേ പെട്ടു, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഗീതനോടും പറയണ. ഗീത് പറയും, എന്ത് ചെയ്യാനാ, കഥ തുറക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, ചെന്ന് പിടി കൊടുക്കുക തന്നെ, എന്നിട്ട് തലയെ മുണ്ടിട്ടുകൊണ്ട് അങ്ങോട്ട് പോയിക്കോളാൻ പറയണം. പെട്ടെന്ന് ഗോവിന്ദ് പറഞ്ഞു, നിനക്കിതൊക്കെ പറയാ, എന്റെ അവസ്ഥ എനിക്കല്ലേ അറിയത്തുള്ളൂ എന്ന് ചോദിക്കുക. ഗീത പറഞ്ഞു, പിന്നെ അതിനേക്കാളും ടെൻഷനില്ല ഞാനിവിടെ നിൽക്കുന്നത്, അറിയാവോ? നിനക്കെന്ത് ടെൻഷൻ? അതൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണേണ്ണ മനസ്സിലാവില്ലെന്ന് പറയാം. ഇനിയിപ്പൊ എന്തേലും ഐഡിയ പ്രയോഗിച്ചേ പറ്റുള്ളൂ. പിന്നീട് ഗീത എന്ത് ചെയ്യണം, പതുക്കെ വായിക്കകത്തേക്ക് വിരലിട്ടിട്ട് സൗണ്ട് അങ്ങോട്ട് മാറ്റി ഇംഗ്ലീഷുകാർ സംസാരിക്കുന്ന പോലെ സംസാരിക്കുകയാണ്. നിങ്ങൾ ആരാ, നിങ്ങൾക്ക് എന്ത് വേണം, മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ലേ എന്നൊക്കെ ചോദിച്ചോണ്ട് അങ്ങനെ സംസാരിക്കുകയാണ്. ഇത് കേട്ട് പുറത്തുനിന്ന് രാധികാമ്മയെ ഞെട്ടി. ദൈവമേ, മൂർഖപ്പാമ്പിനെയാണല്ലോ നോവിച്ചു വിട്ടെന്നൊരു അവസ്ഥയായിപ്പോയി. വിളിക്കണ്ടായിരുന്നു. ഇനിയിപ്പോ അവറ്റകൾ എങ്ങാനും ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു. താങ്കൾ നാണം കിട്ടുമ്പോൾ താനും കാച്ചനെ. കാരണം കല്യാണം കഴിഞ്ഞ് സ്വസ്ഥതയോടെ കിടന്ന് ഉറങ്ങുന്ന അവരെ ശല്യം ചെയ്യാൻ ചെന്നിട്ടുണ്ടെങ്കിൽ ആർക്കാണല്ലോ ഇഷ്ടപ്പെടത്തില്ലോ. ഈ സമയത്ത് കാഞ്ചന പറഞ്ഞു, ദേ മാമി ഇനിയിപ്പോ എന്ത് ചെയ്യും? നിങ്ങക്ക് പോരാ ഇംഗ്ലീഷാന്ന് തോന്നേ. മാമിന് ഇംഗ്ലീഷ് പറയാൻ പറയാണ്. പക്ഷെ രാധിക മൈൻഡ് ചെയ്ത് അവിടെ നിൽക്കുകയാണ്. പെട്ടെന്ന് കാഞ്ചന തനിക്ക് അറിയാവുന്ന മുറി ഇംഗ്ലീഷൊക്കെ പറയാണ്. ഈ സമയം ഗോവിന്ദും കൂടെ ഗീതുവിന്റെ പാത അങ്ങോട്ട് അനുകരിച്ചു. അതുപോലെ തന്നെ ഗോവിന്ദ് സംസാരിക്കുകയാണ്. പിന്നെ രാധികാമ്മയോട് കാഞ്ചന പറഞ്ഞു, ഇനി ഇവിടെ നിൽക്കുന്ന ബുദ്ധിയല്ല, ദേ അവര് ഈ നാട്ടുകാരൊന്നും അല്ലാന്ന് തോന്നേ, വേറെ ഏതോ പുറം നാട്ടിൽ നിന്ന് അങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇനിയിപ്പോ അവരുടെ മുന്നിൽ തല വെച്ച് കൊടുത്ത് വെറുതെ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്, വാ നമുക്ക് പോകാന്ന് പറഞ്ഞുകൊണ്ട് കാഞ്ചന രാധികാനും വിളിച്ചിട്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ഗീർ നോക്കി താക്കോൽപ്പഴുതിലൂടെ, ഇല്ല രണ്ടുപേരും കൂടെ പോയിട്ടുണ്ട്, രക്ഷപ്പെട്ടു, ഭാഗ്യമായിപ്പോയി, അല്ലെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്താനും എങ്ങാനും പിടിക്കപ്പെട്ട അതോടുകൂടി തീർന്നേനും. പക്ഷെ ഗോവിന്ദ് പറഞ്ഞു, ഇതത്ര ശാശ്വതമായ പരിഹാരമല്ല, ഒരു പക്ഷെ രാധികാമ്മ ഇനിയും വീണ്ടും വരാൻ ചാൻസ് ഉണ്ട് നമ്മളെ കാണാനായിട്ട്. അതിനു മുമ്പ് നമുക്ക് ഇവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്യണമെന്ന് പറയാം. ഈ സമയത്ത് അജാസും അവർണിയെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അജാസിനോട് അവർണിക പറഞ്ഞു, അല്ല നമ്മളവിടെ ചെന്നിട്ട് നമ്മുടെ പ്ലാനുകളും പദ്ധതികളും എന്താ? അവർണിയ പറഞ്ഞു, എന്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ടെന്ന് പറയണം. ശരി, ഐഡിയ എന്തായാലും കുഴപ്പമില്ല, പക്ഷെ അത് വർക്കാകണം, അവരെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പുറത്ത് ഇറക്കണമെന്ന് പറയണം. ശരി ഓക്കെ എന്ന് പറയണം. ഈ സമയം കിഷോർ അവിടെ അവരെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. കുറെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ കിഷോർ വണ്ടി ഇച്ചിരി പുറയിലായിപ്പോയി. ആ സമയത്ത് വരുണും അവർണിയും കൂടെ, അല്ല വരുണല്ല, ആ സമയത്ത് അജാസും അവർണിയും കൂടെ നേരെ ഐലൻഡിൽ അങ്ങോട്ട് വരുവാണ്. അവിടെ വന്ന് അവര് ബോട്ടേ കയറി. ബോട്ടയില്
ഇങ്ങനെ അവരും കൂടെ പോവാണ്. ഈ സമയത്താ കിഷോർ വന്നേ. കിഷോർ വന്നപ്പോഴത്തേനും ഹൗസ് ബോട്ട് അങ്ങോട്ട് നീങ്ങിയായിരുന്നു റിസോർട്ടിൽ ലക്ഷ്യമാക്കിയിട്ട്. ഒരാള് വരാണ്ടെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ബോട്ട് കേട്ടൊന്നുമില്ല. കാരണം അത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഈ സമയം കിഷോർ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതിരിക്കുവാണ്. അവരുടെയും കൊണ്ട് അജാസ് പോയത് എങ്ങോട്ടാന്ന് പോലും അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.